ഒരു പ്രവാസി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രവാസ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മയ്യത്തിന് അല്ലെങ്കിൽ ആ കുടുംബത്തിന് 4000 ദിർഹംസാണ് അത്ര കൊടുക്കുന്നത്. പുതിയ അറിവാണിത്. ഓക്കെ, ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നത്. ആരാണോ മരിച്ചത് ആ കുടുംബത്തിന് കിട്ടണം ആ പൈസ എന്നുള്ളത് മാത്രമാണ്. അതല്ലേ ന്യായം, അല്ലേ? ഒരു പ്രവാസി മൺമറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മരിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിൻ്റെ സകലമാന പ്രതീക്ഷകളും നഷ്ടപ്പെടും, വരുമാനം നിൽക്കും. ഉറപ്പാണല്ലോ. രാജ്യത്തിൻ്റെ, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പുരോഗതിക്ക്, അതല്ലെങ്കിൽ സമ്പത്ത് ഘടനയ്ക്ക് കൈത്താങ്ങായിട്ട് ചോര നീരാക്കുന്ന വേണ്ടപ്പെട്ടവരൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ കഷ്ടപ്പെടണം, അല്ലേ? അത്തരത്തിലുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു കൈത്താങ്ങാണ് റിപ്പാട്രിയേഷൻ സപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. അത് ആ വീട്ടിലെത്തണം. അതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും അത് എത്തിയും കുട്ടികളെ പണമാണ്, അല്ലേ? അത് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന, ഒരുപാട് മയ്യത്തുകൾ ജയിച്ചയക്കുന്ന വ്യക്തികളൊക്കെ ആ പൈസ സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, കടങ്ങളല്ലാതെ ഒന്നും ബാക്കിയില്ലാതെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാത്രം ബാക്കിയായിട്ട് പോയ ആ പാവങ്ങളെ പൈസ ഒരു കാരണവശാലും ആരും ഭക്ഷിക്കാൻ പാടില്ല, അല്ലേ? അവസാനമായിട്ട് നമ്മൾ ജന്മം നൽകിയ മാതാപിതാക്കൾക്കൊന്ന് ചുംബിക്കാൻ, ഭാര്യയ്ക്കൊന്ന്, നമ്മളെ മക്കൾക്കൊന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ആ മയ്യത്ത് നാട്ടിലെത്തിക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഇത്തരത്തിലുള്ള പൈസ കൂടി ഉണ്ട് എന്നാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പണം വാങ്ങിയിട്ട് മയ്യത്ത് കയറ്റയക്കുന്ന ആള്, അതിനെ നമ്മൾ ഏജന്റ് എന്ന് പറയാം, അല്ലേ? അല്ലാത്തവരെ നമ്മൾ സാമൂഹ്യ പ്രവർത്തകരെന്ന് വിളിക്കാം. അതിൽ വീഡിയോ ചെയ്ത ആളുകളെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഇങ്ങനെ മയ്യത്ത് കൂലി മാത്രം ആഗ്രഹിച്ചിട്ട് മയ്യത്ത് പരിപാലിക്കുന്ന ആളുകൾക്ക് പഠിച്ചോ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ.